ഒരു പുതിയ വാഹനം വാങ്ങുമ്പോൾ എല്ലാവരും നോക്കുന്ന പ്രധാന കാര്യങ്ങളിലൊന്നാണ് മൈലേജ്. കാറും ബൈക്കും വാങ്ങുമ്പോഴാണ് കൂടുതലായി പരിഗണിക്കാറുള്ളത്. എപ്പോഴെങ്കിലും ബസിൻ്റെയും ലോറിയുടെയും വിമാനത്തിൻ്റെയും ട്രെയിനുകളുടെയും എല്ലാം മൈലേജിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? യാത്രാ ചിലവ് കുറവുള്ള ട്രെയിനിൻ്റെ മൈലേജിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ രാജ്യത്തെ ട്രെയിനുകളുടെ മൈലേജ് ശ്രദ്ധേയമാണ്. ചിലരുടെയെങ്കിലും സംശയം ഇതാണിപ്പോൾ, ഇലക്ട്രിക് കരുത്തിലല്ലേ ഇത് ഓടുന്നത് എന്നത്. എന്നാൽ ഡീസൽ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വിവിധതരം ലോക്കോമോട്ടീവ് ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ കീഴിലുണ്ടെന്നതാണ് ഇതിന് ഉത്തരമായി പറയാനുള്ളത്. ഭാരം, പവർ, യാത്ര ചെയ്ത ദൂരം എന്നിങ്ങനെ അടിസ്ഥാനമാക്കിയാണ് കണക്കാക്കുന്നത്. 12 കോച്ചുകളുള്ള ഒരു പാസഞ്ചർ ട്രെയിനിന് 1 കിലോമീറ്റർ ഓടാൻ 6 ലിറ്റർ ഇന്ധനമാണ് ആവശ്യമായി വരുന്നത്. 24 കോച്ചുകളുള്ള ഒരു സൂപ്പർ ഫാസ്റ്റ് ട്രെയിനിന് 1 കിലോമീറ്റർ ഓടാൻ 6 ലിറ്റർ ഡീസൽ തന്നെ വേണം. 12 കോച്ചുകളുള്ള എക്സ്പ്രസ് ട്രെയിനിന് കിലോമീറ്ററിൽ 4.5 ലിറ്റർ ഇന്ധനം മാത്രമേ ആവശ്യമായി വരുന്നുള്ളൂ. ഒരു ട്രെയിനിലെ കമ്പാർട്ട്മെന്റുകളുടെയും കോച്ചുകളുടെയും എണ്ണം അതിന്റെ മൈലേജിനെ കാര്യമായി സ്വാധീനിക്കുന്നു. കുറച്ച് കമ്പാർട്ട്മെന്റുകളുള്ള ട്രെയിനിന് എഞ്ചിൻ കുറഞ്ഞ ഭാരമാണ് ചെലുത്തുന്നത്. ഇത് കുറഞ്ഞ ഇന്ധന ഉപഭോഗത്തിന് കാരണമാകുന്നു. പാസഞ്ചർ ട്രെയിനുകൾക്ക് റൂട്ടിൽ കൂടുതൽ സ്റ്റോപ്പുകൾ ഉള്ളതിനാൽ ഇടയ്ക്കിടയ്ക്ക് നിർത്തേണ്ടി വരും. അതുകൊണ്ടാണ് മൈലേജ് കുറയുന്നതും. എന്നാൽ എക്സ്പ്രസ് ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് കുറവായതുകൊണ്ട് മൈലേജ് കൂടുതലായി ലഭിക്കും. വീഡിയോസ് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ.